ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഇന്ന് കേരള തനിമയുള്ള പുട്ടും പയറും പപ്പടവും കേട്ടോ. അതിനായിട്ട് പയർ തലേദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ പയറിൽ ആദ്യമേ മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒരു കപ്പോളം തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരും കേട്ടോ. കുറച്ച് ലേശം വെള്ളം ഒഴിച്ച് എന്നിട്ട് കഴുകി വെച്ചിരിക്കുന്ന പയർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ആ കൂടെ തക്കാളി ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് അതിലേക്ക് വേറെ ഒന്നും ചെയ്യുന്നില്ല. അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയെല്ലാം കൂടെ അതിലേക്കിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴമ്പൻ രീതിയിലിരിക്കേണ്ട വെള്ളം ഒഴിച്ച് കുക്കറിൻ്റെ അകത്തേക്ക് വെച്ചു. ഒരു 3 വിസിലാകുമ്പോഴത്തേനും അതെല്ലാം വെന്തിരിക്കും കേട്ടോ. പിന്നെ ഞാൻ പുട്ടിനൊക്കെ നനച്ച് വെച്ചു. എല്ലാം കഴിഞ്ഞ് നല്ല മഴയുമായിരുന്നു കേട്ടോ. അപ്പോൾ കഥമൊക്കെ ഒന്ന് തുറന്നിട്ടു. രാവിലെ ഇന്ന് പള്ളിയിലൊന്നും പോയില്ല, മഴയൊക്കെ കാരണം നല്ല മഴയെല്ലാം പെയ്തിങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ ഞാൻ വന്ന് എല്ലാം ജനലും വാതിലെല്ലാം തുറന്നിട്ട് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് പയറിന് കടുക് പൊട്ടിച്ചു, വറ്റൽമുളകും വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടു. പിന്നെ ആ കൂടെ ഒരു കടലമാവ് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കേട്ടോ. നല്ല ടേസ്റ്റ് അത് ചെറു തീരൊന്ന് വഴറ്റി വെള്ളം ഒഴിച്ച് പയറും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ പയറിൻ്റെ എല്ലാം കഴിഞ്ഞ് പിന്നെ അതെല്ലാം രാവിലത്തെ കാപ്പിയുടെ എല്ലാം കഴിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് അവിയലാണ് കേട്ടോ. അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം ആക്കി കുക്കർ അവിയലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി തീരാം. അപ്പോൾ അത് കുക്കറിനകത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം അരിയിട്ടു. ഉച്ചയ്ക്കത്തേനുള്ള മീൻകറി തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് തിളപ്പിച്ച് വെച്ചു. പിന്നെ ഞാൻ മുൻവശത്തേക്ക് ഇറങ്ങി അവനും എന്നെ ചെടിയൊക്കെ നനയ്ക്കാൻ സഹായിച്ചു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് വന്ന് അവിയൽ എല്ലാം റെഡിയായിട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ, കുക്കർ അവിയൽ. അതിലേക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് അടച്ച് വെച്ചു. പിന്നെ ഞങ്ങൾ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെറുതെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ 3 പേര് ഇരുന്നു കേട്ടോ. അമ്മയ്ക്ക് കുറച്ച് പനി ചെയ്താൽ അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കുക കേട്ടോ. അങ്ങനെ നല്ല നാടൻ പുട്ടും പയറും പപ്പടവും കൂട്ടി ഞങ്ങൾ കാപ്പി കുടിക്കുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളത്തെ വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു, താങ്ക് യു.